കൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഇത് കേബേജാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് കേബേജ് കണ്ട, ഇത് കേബേജാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇത് ലേശം പിന്നെ കരിവേപ്പില കണ്ടില്ലേ, കറിവേപ്പില, പിന്നെ ഇത് ഉള്ളി അരിഞ്ഞ് വെച്ചത്, ഉള്ളി എങ്ങനെ അരിഞ്ഞ് വെച്ചത്, ഇത് ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലും കൂടി ചതക്കിക്കൊണ്ട്, ഉള്ളി ചുരണ്ടിയിട്ടതായതുകൊണ്ട് ഉള്ളി ചതക്കണ്ട കണ്ട, നേരിട്ട് ചുരണ്ടിയിട്ടാണ്. ഈ കേബേജും ചേർക്കണ്ട, കേബേജിനും കൂടി ഉപ്പ് വരക്കി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ചതക്കി കൊണ്ടുവരട്ടെ. ഈ ചതക്കി കൊണ്ടുവന്നാലേ കാര്യമുള്ളൂ, ചതക്കിയാൽ അല്ലെങ്കിൽ ഇത് കടിക്കും, കടിച്ചു കഴിഞ്ഞാൽ തിന്നാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കതങ്ങനെ പറ്റാതെ കൊണ്ട് ഞാനത് ചതക്കിയിട്ടാണ് എടുക്കുന്നത്. പറ്റുന്നവർക്ക് അങ്ങനെ തന്നെ ഇടുകയും ചെയ്യാം. ചെറുങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്, എന്നാലും അതൊരിക്കൽ ഈ മിക്സിയിലിട്ടിട്ട് ഒരിക്കൽ അടിച്ചിട്ടിങ്ങ് എടുക്കുക, ചതക്കിയിട്ടിങ്ങ് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതും ഈ കരിവേപ്പിലയും മാത്രം, കരിവേപ്പിലയും കൂടി കുറച്ച്, എന്നാൽ ഇത് ചപ്പി ഇങ്ങനെ കടിക്കണ്ടല്ലോ, അല്ല അങ്ങ് തേച്ചും ബാറ്റിലേക്ക് എത്തുമല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. ഇത് വെറുങ്ങനെ അടിക്കുക വേണ്ടു, കണ്ടില്ലേ ഇതേപോലെ. ഇതിപ്പോൾ ഇതിനകത്ത് ഇത് ഉള്ളിയാണേ, ഇത് ഉള്ളി ഇതാ, ഇത് കാബേജ് കണ്ട, ഒരു ചെറിയ കാബേജ് ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് ഞാൻ ചുരണ്ടി ഇട്ടിട്ട് വെച്ചതാണ് കണ്ടാ. അത്രേ വേണ്ടു, നമുക്ക് രണ്ടാക്കല്ലേ വേണ്ടു, അതുകൊണ്ട് കുറച്ച് മതി. ഇതിപ്പോൾ ഒരു സവാള ചുരണ്ടി ഇട്ടതാണ് കണ്ട, അതും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് ഉപ്പും കൂട്ടിയിട്ട് വരക്കി വെക്കട്ടെ. ഉപ്പിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇനി ചേർക്കേണ്ടത്. ഞാൻ ഇത് നിങ്ങളൊന്ന് കാണിച്ചിട്ടാണ് കണ്ടാ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഒരു കളർ ഉണ്ടാവും, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയിലും ഉണ്ട്. മുളക് പൊടി ഇടണം എരിവിന് വേണ്ടിയിട്ടാണ്, എരിവിലുണ്ട് എന്നാലും ഞാൻ കുറച്ച് ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണ്ടും പോലെ ഇടാം, എരിവ് മഞ്ഞളും പറക്കി എരിവെല്ലാം നല്ല നിങ്ങൾക്ക് വേണ്ടും പോലെ ഇട്ടാൽ മതി. നമുക്കത്രേ വേണ്ടു, അതുകൊണ്ട് അങ്ങനെ ഇടുന്നില്ല. എരിവധികമായ പിന്നെ തിന്നൂല. മറ്റേ പച്ചമുളകിന് തന്നെ എരിവുണ്ട്, ഒന്നങ്ങനെ ഇട്ടിനി, പക്ഷെ എരിവധികമായി പോവാന്ന് പറയാൻ കഴിയില്ല. പാകത്തിന് ഉപ്പും ഇതല്ലേ, ഇതേപോലെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് ഞെരടി അടവെക്കട്ടെ. ഇത് തിരുമ്പിയിട്ട് അടവെക്കട്ടെ. തിരുമ്പി വെച്ചിട്ട് ഞാൻ ഇത് കൂടി എടുത്തുകൊണ്ടിട്ട് വേണം ഇതിൻ്റെ പിന്നെ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം മൈദപ്പൊടി ഇട്ടിട്ട്. ഇത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഇട്ടിട്ട് ആക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കണ്ടാ. ഇതുപോലെ തിരുമ്പി അടവെക്കുക, അന്ന് ഇതിൻ്റെ വെള്ളം തേച്ചും കളയാൻ പറ്റും. ഇതിനെക്കൊണ്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അത് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. എന്താ ഇതേപോലെ പിഴിഞ്ഞിട്ട് അടവെക്കുന്നത്. ഇതിൻ്റെ എന്താ വെള്ളം വരുന്നുണ്ട്, അതിൻ്റെ ആ വെള്ളം പോയി കഴിഞ്ഞാൽ അത് അവിഞ്ഞോളും, അത് വേവ് പോലെ ആയിക്കോളും. ഇനിയിപ്പോൾ ഞാൻ ഇത് ഉടുക്കിയിട്ട് കൊണ്ടുവരട്ടെ. ഇത് കണ്ട, ഇതേപോലെ ഇതിൻ്റെ പുരട്ടിട്ട് കുഴക്കുക. ഇതും കൂടി ഇടുക. ഇത് നിങ്ങൾക്ക് ഗരം മസാലയോ അങ്ങനെ എന്തെങ്കിലും മസാലപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്ത് മസാലപ്പൊടിയാണ് വേണ്ടത് വെച്ചാൽ ഈ കോഴി മസാലയോ എന്തെങ്കിലും മസാല പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും. എന്തെങ്കിലും അല്ലേ ഗരം മസാല ഇട്ടാൽ ടേസ്റ്റ് കൂടുതലാണ്. പക്ഷെ ഞാൻ അതൊന്നും ആക്കുന്നില്ല. ഇതിപ്പം ഇതേപോലെ പിഴിഞ്ഞിട്ട് എടുക്കട്ടെ. വേണ്ട, ഇത് പിഴിഞ്ഞിട്ട് എടുക്കട്ടെ. എരിവ് അല്ലാതെ മണക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് എരിവ് വെള്ളങ്ങൾ കളയാം, അല്ലെങ്കിൽ ഇത് തിന്നാനാവില്ല. വല്ലാത്ത എരിവും തോന്നുന്നു, വല്ലാതെ മണം. ആ ഒരു മുളക് തേച്ച് വിട്ടാൽ ഇനി ഭയങ്കര എരിവാണ്. നമ്മൾ ഇടിച്ച മുളകിന് ഒരുപാട് എരിവാണ്. ഇപ്പോൾ ഇവിടെയൊന്നും ഞങ്ങൾ സാരമില്ല, 1 or 2 ഇട്ടാലും കുഴപ്പമില്ല. ഇത് സംഭവം ഭയങ്കര എരിവാ, ഭയങ്കര എരിവാണ്. തിന്നാനാവില്ല എന്ന് പറയാൻ കഴിയില്ല, അത്രയ്ക്ക് എരിവാ. പച്ചമുളക് തന്നെയാണ്, അതാണ് എരിവ് കൂടുതൽ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഉപ്പിലിട്ട്, ഉപ്പ് ലേശം കുറഞ്ഞ ഊറ്റി കുളഞ്ഞുകൊണ്ട് ഉപ്പ് ലേശം കുറഞ്ഞു. ഇനിയിപ്പോൾ ഇത് നിരടിയിട്ട് ഉപ്പിരിപ്പരം കൂട്ടുക. ഉപ്പ് പൊടി ഇല്ലാണ്ട്, ഈ പൊടി പോലത്തെ തന്നെയാണ്, പക്ഷെ നല്ല പൊടിയല്ല. ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ആ മൈദപ്പൊടി ഇട്ടിട്ട് കുഴക്കുക. വെള്ളമൊന്നും ആക്കാണ്ട് കുഴച്ചാൽ മതി. ഇനി പറ്റുന്ന ഇത് ആക്കിയാൽ മതി. ഇത് ഇത്രയേ ഉള്ളൂ, ഇതിലിടാനേ ഉള്ളൂ. ഇത് ഞാൻ അതിലിട്ടിട്ട് തേച്ചും ഇടുന്നുണ്ട്. ഇനിയിപ്പം ഇത് എത്രയേ വേണ്ടു, ഇത്രയേ ഉള്ളൂ. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഇപ്പം പക്ക വട പോലെയാണെങ്കിൽ അതുപോലെ ആക്കാം, സാധാരണ വട പോലെയാണെങ്കിൽ അതുപോലെയും ചെയ്യാം.
ഈ പക്കാവട പോലെ നുള്ളിയിടുവാണെങ്കിൽ നുള്ളിയിടാം, അല്ല ഉണ്ടി ഉരുട്ടിയിട്ടാൽ ഉണ്ടി ഉരുട്ടിയിട്ടിടാം. ഇത് പാകത്തിനുള്ള മൈദപ്പൊടിയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ മൈദപ്പൊടി, ഇനി വേറെ ഇല്ല. അതുകൊണ്ട് അത് പാകത്തിനുണ്ടാവും. ഇത് ഇങ്ങനെ ഇനി പക്കാവട പോലെ ആക്കുന്നുണ്ടെങ്കിൽ അതിന് നുള്ളി നുള്ളി ഇടുന്നെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ വട പോലെ ആക്കി പരത്തിയിട്ട് ഇടുന്നുണ്ടെങ്കിൽ വേഗം എളുപ്പം തീരും. നുള്ളി ഇടുന്ന കുറച്ച് സമയം വേണം. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ ഇനിയിപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കട്ടെ. അടുപ്പത്ത് വെച്ചിട്ട് കാണിക്കാം. അടുപ്പത്ത് വെക്കും ഇടാ, ഞാൻ ഇടുന്നുണ്ടാവാ ഇടാ ഇടാ. പിന്നെ ഇതിടാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇതേപോലെ പരത്തിയിട്ട് ഇത് നടുക്കിൽ ഒരു ഓട്ടയാക്കും. അതാണ് നമ്മളിങ്ങനെ പരത്തിയിട്ട് ദ്വാരാക്കിയിട്ട് ഇങ്ങനെയാണ് ഞാൻ ഇടുന്നത്. കണ്ടില്ലേ? ഇതിപ്പോൾ കണ്ടല്ലോ, ഇതേപോലെയാണ് ഇപ്പോൾ ഞാൻ ചുട്ടു. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഞാൻ ചുട്ടു. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് വടയാണ് ഞാൻ ആക്കുന്നത്. വട കണ്ട, ഇതാണ് വട. ഇതേപോലെ വടയാണ് നമ്മൾ സാധാരണ തുളവടയാക്കുന്നില്ലേ, അതേ രൂപത്തിലുള്ള വടയാണ് ഇത്. കണ്ടല്ലേ, ഇതാണ്. ഇത് എങ്ങനെയാക്കാം? ഇത് നമുക്ക് ഉള്ളിവട വേണമെങ്കിൽ ഉള്ളിവടയാക്കാം. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ആ വട വന്നു കഴിഞ്ഞാൽ നല്ലോണം പൊന്തുന്നുണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഇത് കേബേജാണ് ഇത് ആക്കുന്നത്. ഇത് നിങ്ങൾ എല്ലാവരും ഇതാക്കി നോക്കി. ഞാൻ നമ്മളെ വീട്ടിലുള്ള കേബേജ് ആയതിനാണ് ഇത്രയും ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇത് നല്ലോണം വേവുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. പുറത്തേതാകുമ്പോൾ ഒരു അത്രയൊരു നല്ലൊരു ഇതായി കിട്ടില്ല. അതിനാണ് ഞാനിതിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ദിവസം ചുട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിതിപ്പം ചൂടാൻ കാരണം. ഉണ്ടല്ലേ, ഇതേപോലെ ഉണ്ടല്ലോ, ഇതാണ്. ഇതേപോലെ നല്ല ഇതായിട്ട് നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട് ഇത് കേട്ടോ. നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം കണ്ടല്ലോ, ഞാൻ വേണ്ട ഇതേപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത് നോക്കി കണ്ടല്ലോ, ഇതാ അതൊന്ന് ഒടിഞ്ഞു പോയി. അതൊന്ന് ഇടലേക്ക് എരിഞ്ഞു പോയി. അങ്ങനെ ഇത്ര ആക്കിയിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് മാത്രമാണ് ഇത് ആക്കിയിട്ടുള്ളത്. ഇത് വേണ്ട, ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ അടിപൊളി വട കണ്ടില്ലേ, കണ്ടില്ലേ, ഇതാണ് നടുക്ക് ദ്വാരാക്കിയിട്ടുള്ള വടയാണ്. ഇതാണ് വട. കണ്ടില്ലേ, നല്ല അടിപൊളി വടയാണ്. നല്ലോണം പൊന്തുകയും ചെയ്തിന് ഇത് വരുകയും ചെയ്തിന്. നല്ലോണം വണ്ണം വെച്ചിന്. പൊന്തി വന്നിന്. ഇതിപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരേ. കണ്ടല്ലോ, ഇത് കണ്ട, അതിൻ്റെ ഉള്ളു കണ്ട, നല്ല രസമുണ്ട്. നല്ല തിന്നാനും നല്ല രസമുണ്ട്. കണ്ടില്ല, ഇത് എരിവും ഉള്ളിയും ഇഞ്ചിയും വെടിക്ക് കുറച്ച്, പിന്നെ ഗരം മസാലേൻ്റെ പൊടിക്ക് കൂട്ടാൻ നിങ്ങൾക്ക്. പിന്നെ വെടിക്ക് കുറച്ച് ജീരകവും കൂട്ടാൻ ടേസ്റ്റ് ജാസ്തി ഉണ്ടാവും. ഞാൻ പിന്നെ അതൊന്നും കൂട്ടിയില്ല. നമ്മുടെ സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട് ഞാനങ്ങനെ കൂട്ടിയില്ല. വിലയ്ക്ക് കൊടുക്കുന്ന അങ്ങനെ ആക്കാക്കി. ഇപ്പം നമുക്ക് നല്ല രുചിയുണ്ട്, നല്ല വേണ്ടല്ലോ. ഇത് കുട്ടികളോട് നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതിന് നന്ദി, നമസ്കാരം, മുമ്പേ.